ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു വ്യത്യസ്തമായ ഫുഡുകൾ തേടിയുള്ള യാത്രയിൽ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ട്രിവാൻഡ്രം നെയ്യാറ്റിങ്കര അമരവിള പഴയ പാലത്തിനടുത്തുള്ള ഹരിത റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ വന്ന് എത്തിയിരിക്കുന്നത്. ഇത് റെസ്റ്റോറൻറ്റ് മാത്രമല്ല, ഇതൊരു കള്ള് ഷാപ്പ് കൂടെയാണ്. നമുക്ക് പുറമേ നിന്ന് കാണുമ്പോൾ ഒരു കള്ള് ഷാപ്പെന്ന് തോന്നുമെങ്കിൽ അകമേ കയറുന്ന ഒരു ആംബിയൻ ഉണ്ടല്ലോ, ഒരു ഫാമിലി റെസ്റ്റോറൻറ്റ് പോലെയാണ് നമുക്ക് തോന്നുക. കണ്ടില്ലേ, ഇത് കാണുമ്പോഴേ നിങ്ങൾക്ക് തോന്നുമല്ലോ ഇതൊരു ഫാമിലി റെസ്റ്റോറൻ്റ് ആണെന്ന്. അപ്പോൾ ഇവിടെ എന്തൊക്കെ കള്ള് കിട്ടുമെന്നുള്ള ഒരു ലിസ്റ്റാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ പോയ ഉടനെ തന്നെ ഒരു കുപ്പി കള്ള് അങ്ങോട്ട് ഓർഡർ ചെയ്തു. സോ കള്ളെടുത്ത് നമ്മൾ ഒഴിക്കുകയാണ്. ഇപ്പോഴും ഞാൻ വീണ്ടും പറയാണ്, ആൽക്കഹോളിക് ഇസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്, സോ ഡ്രിങ്ക് റെസ്പോൺസിബിളി. അപ്പോൾ നമ്മൾ കള്ള് അങ്ങോട്ട് ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. കണ്ടില്ലേ, നല്ല കള്ളാണ് കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്തത് 3 ചിക്കൻ ബിരിയാണി, ആദ്യം 3 ബീഫ് ബിരിയാണിയുമായിട്ടാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. ഞാനത് നന്നായിട്ട് കുഴച്ചപ്പോഴും നല്ല രീതിയിൽ റൈസ് കുക്കായിട്ടുണ്ട്, ചിക്കന് നല്ല രീതിയിൽ കുക്ക്ഡ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ നിങ്ങൾ പോയി കഴിക്കുക. കഴിച്ചിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എനിക്ക് രേഖപ്പെടുത്തുക. ഞാൻ കഴിച്ച് നോക്കി, നല്ല രീതിയിൽ കുക്ക്ഡ് ആയിട്ടുണ്ട്. സോ ഫ്ലഷിയാണ് മീറ്റ് കൂടെ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത അടുത്ത ബിരിയാണി ഐറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വെയിറ്റർ നല്ലൊരു വെയിറ്ററാണ്. ചെറുക്കൻ സൂപ്പർ വൈബോട് നമ്മളോട് നിൽക്കുകയാണ്. എൻ്റെ മോളിതാ ചിക്കൻ ബിരിയാണി അങ്ങോട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫാമിലി മൊത്തം ഉണ്ട്, അതിൻ്റെ കൂടെ ഞാനും ഉണ്ട്. അടുത്ത് നമ്മുടെ മീനിൻ്റെ തല വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ കഴിക്കാൻ പോകുന്ന ഒരു സാധനമാണ് മീനിൻ്റെ തലയല്ല, താറാവ്. യെസ്, വടക്കോട്ടുള്ളവർ ദയവേത് എന്നോട് ക്ഷമിക്കുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് താറാവും കള്ളുമായിട്ട് അങ്ങോട്ട് ട്രൈ ചെയ്യുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ താറാവ് വേറെ ലെവലാണ് കേട്ടോ. നമ്മളങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മീനിൻ്റെ തല അവിടെ വെയിറ്റിംഗ് ആണ്, കാരണം നമ്മുടെ കപ്പക്കുട്ടൻ വരാൻ വേണ്ടി. കണ്ടില്ലേ, മീൻ വേറെ ലെവല്, വേറെ വൈബ്, വേറെ മൂഡാണ്, അതാണ്. സോ അടുത്ത് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഞണ്ടിൻ്റെ ഒരു പ്ലേറ്റാണ്. കണ്ടില്ലേ, ഞണ്ട് കുട്ടപ്പന്മാർ അവിടെ ഇരിക്കുകയാണ്. ഞാൻ കപ്പയുടെ കൂടെ ആദ്യം എടുത്തത് മീൻകറിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ മീൻകറിയുടെ കൂടെ ടേസ്റ്റ് ചെയ്യാനേ കപ്പ തന്നെയാണ് ബെസ്റ്റ്. കണ്ടില്ലേ, ഞാനത് നല്ല രീതിയിൽ സ്മാഷ് ചെയ്ത് കഴിച്ചു നോക്കി, വേറെ മൂഡാണ് മക്കളെ. അപ്പോഴേ നിങ്ങൾ ഇതേപോലെ പോയി ട്രൈ ചെയ്യുക. ഞാൻ മീനിൻ്റെ തലയിൽ ഒരു ഭാഗം എടുത്ത് കഴിക്കുകയാണ്. ഇതാ കണ്ടില്ലേ, മീൻ പൊളിക്കുമ്പോഴുണ്ടല്ലോ നല്ല രീതിയിൽ കുക്ക്ഡ് ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ദയവേത് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറക്കാതെ സബ്സ്ക്രൈബും ചെയ്ത് അവിടുത്തെ ബെല്ലൈക്കനും അടിച്ച് പൊട്ടിക്കുക. എന്നെക്കൊണ്ടാവുന്നതൊക്കെ ഞാൻ ഈ പ്ലേറ്റിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതേപോലെ പോയി ഫാമിലിയോടെ പോയി ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. ഹാവ് എ ഗ്രേറ്റ് ഡേ.